ഹായ് അസ്സലാമു അലൈക്കും. കിസിൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഞാൻ സെയിൽ ചെയ്യുന്ന കൽത്തപ്പത്തിൻ്റെ മധുര കൽത്തപ്പത്തിൻ്റെ റെസിപ്പി. കുറേ ആൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട് അതിന് കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ഇടുമെന്ന്. അപ്പോൾ ഇന്ന് 2 കൽത്തപ്പത്തിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് റെസിപ്പീൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിത് ഇന്ന് 2 കൽത്തപ്പം ഉണ്ടാക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഒന്നിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. അപ്പോൾ 1 കപ്പ് തനിമരിയില്ല നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന അരി എടുക്കണം. അത് ഒരു 4-5 മണിക്കൂർ കുതിരാൻ വെച്ചിട്ട് കൈയിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിയിട്ടായിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ചോറ് 1/4 കപ്പിൻ്റെ പകുതി. ഇത് 1/4 കപ്പ് ഞാൻ 2-ന് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ 1/4 കപ്പിൻ്റെ പകുതി ഇട്ട് കൊടുത്താൽ മതി 1-ന്. പിന്നെ 1-ന് 1 ഏലക്ക ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം ഞാൻ 2 ഇടുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇത്ര ഇട്ട് കൊടുക്കണം. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് 1/4 കപ്പ്. അപ്പോൾ പിന്നെ ആകെ 1.5 കപ്പ് വേണം. അപ്പോൾ ഈ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് നല്ല പാങ്ങല അരച്ചിട്ടെടുക്കണം. നല്ല തരിയൊന്നും ഇല്ലാതെ അരച്ചിട്ടെടുക്കണം. അപ്പോൾ ഇത് വെള്ളം രണ്ടാമത് ഒഴിക്കുന്നത് ഞാൻ 1.5 കപ്പ് 2 കൽത്തപ്പല്ലേ. അപ്പോൾ 1.5 കപ്പ് ഒഴിക്കുന്നുണ്ട്. 3 കപ്പ് വേണമല്ലോ. അപ്പോൾ അങ്ങനെ അരക്കുന്നത്. അപ്പോൾ ഇത് നല്ല പാങ്ങല അരച്ചിട്ട് എടുക്കുക. ഇത് നല്ല പാങ്ങല അരച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഉരുക്കിയിട്ട് എടുക്കണം വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ അതിനും 1/4 കപ്പ് വെള്ളം ഉരുക്കാനും വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കുന്നത്. അപ്പോൾ ആകെ 1.5 കപ്പ് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം വേണം. അപ്പോൾ ഇത് നല്ല മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ അരച്ചിട്ട് അരപ്പയിൽ അരച്ചിട്ട് ഒരു പാട്ടയിൽ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ ചൂടോടെ തന്നെ അല്ലേ നമുക്ക് ഇതിൻ്റെ മാവില്ലേ പുട്ടില്ലേ അരച്ച പുട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ നല്ല പാങ്ങല ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണം. ആ ചൂടോടെ തന്നെ ഒഴിക്കണം, തണിയാൻ പാടില്ല. ചൂടോടെ തന്നെ ഇത് ഉണ്ടാക്കേണ്ടത്. അതിന് നല്ല പാങ്ങല ഇതാക്കിയതിന് ശേഷം ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം, ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം. അപ്പോൾ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നല്ല പാങ്ങല ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇത് ഞാൻ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് 2 ഇട്ടിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അപ്പോൾ തന്നെ ഒരു കുക്കർ ചൂടാക്കാൻ വെക്കണം. അപ്പോൾ അതിൽ നമ്മളെ കോക്കനട്ട് ഓയിൽ ഞാൻ യൂസ് ആക്കുന്നത്. കോക്കനട്ട് ഓയിൽ യൂസ് ആക്കിയിട്ട് അതിലേക്ക് അത് ചൂടായിട്ട് വരുമ്പോൾ അല്ലേ അത് ഫുള്ളായിട്ടൊന്ന് മുകളിലോളം നമുക്കിത് പൊങ്ങിയിട്ട് വരുന്നില്ലേ, അപ്പോൾ മുകളിലോളം ഈ എണ്ണ ആക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ അതിൽ ഒട്ടിപ്പോവും, നമുക്ക് എടുക്കാൻ കഴിയില്ല ബയ്യ ലാസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ബ്രഷിനോടൊന്ന് മുകളിലേക്ക് ആക്കി കൊടുക്കണം. പിന്നെ എന്നിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്കല്ലേ അണ്ടിപ്പരിപ്പും പിന്നെ തേങ്ങാക്കൊത്തില്ലേ കൊപ്പര ഇട്ടിട്ട് നല്ല പാങ്ങലൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ തേങ്ങാക്കൊത്തെല്ലാം നല്ല ബ്രൗൺ കളറായിട്ടാകുമ്പോൾ ഇതിലൊക്കെ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് അതും ഒരു ബ്രൗൺ കളറായിട്ടാകുമ്പോൾ ഇത് രണ്ടും ഇതിൽ നിന്ന് കൊരിയിട്ട് എടുക്കണം. അപ്പോൾ അതിലേക്ക് തന്നെ ഇത് ഒഴിക്കേണ്ടതല്ല, ഞാൻ കൊരിയിട്ട് വെച്ചിട്ട് ലാസ്റ്റ് നമുക്ക് ഒഴിച്ചതിന് ശേഷം മുകളിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഫ്രൈ ആയിട്ടാകുമ്പോൾ ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ തേഞ്ഞില്ലെങ്കിലല്ല നിങ്ങൾക്ക് അതിൽ ഒഴിച്ച് കൊടുക്കുക, കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ ഈ കൽത്തപ്പം ഒഴിച്ച് കൊടുക്കുന്ന സമയത്തല്ല കൽത്തപ്പത്തിന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒഴിച്ച് കൊടുക്കേണ്ടത്. കൽത്തപ്പം ഒഴിച്ചതിന് ശേഷം അല്ലേ മീഡിയം ഫ്ലെയിമിൽ ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കണം. അതിനുശേഷം മൂടിയിട്ട് തന്നെ മൂടണം. പിന്നെ വിസിലിടാതെ നമ്മൾ ചെയ്യുന്നത് വിസിലിടണ്ട, മൂടുന്ന സമയത്ത് വിസിലിടണ്ട. അപ്പോൾ ഞാൻ 2 ഒഴിക്കുന്നുണ്ട്, 2 കുക്കറിൽ ഒരേ സമയത്ത് തന്നെ ആക്കിയത്. ഇനി മൂടിയിട്ട് ഇത് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 20-25 മിനിറ്റ് അത് നോക്കണം. ഒരു 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോക്കണം. പിന്നെ അത് വെന്തിട്ടുണ്ടാകുന്ന ഒരു സ്റ്റിക്കിനോട്ടോ മറ്റോ കുത്തിയിട്ട് അപ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ പിന്നെ അത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് രണ്ടിലും ഞാനിത് മൂടിയിട്ട് വെക്കുന്നുണ്ട്. മൂടി വെച്ചിട്ടല്ലേ. അപ്പോൾ ഇതാ ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ആക്കുന്നുണ്ട്. നമ്മൾ ഓഫ് ആക്കുന്ന ആ സൈഡില്ലേ ആ സൈഡിലേക്ക് ആക്കിയിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. എന്നിട്ട് നമുക്ക് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം ഇത് കുക്കായിനാന്ന് നോക്കാം. സ്റ്റിക്കോട് കുത്തിയിട്ട്
പിന്നെ എന്നിട്ട് നമുക്ക് നോക്കാം, ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം, ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടാകുമ്പോൾ തന്നെ തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഇല്ല, ഇത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഫ്രൈ ആക്കിയിട്ട് വെച്ചിട്ടേ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ 5 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്നിട്ടല്ലേ അതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കിയിട്ട് വെച്ച അതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ രണ്ടിലേക്കും വേറെ ഫ്രൈ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതിന്. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇനി ഒരു 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി, അതിന് മുന്നേ തുറന്ന് നോക്കണമില്ല. ഇത് മൂടി വെച്ചിട്ടായിട്ട്. അപ്പോൾ വിസിലിടാതെ ചെയ്യേണ്ടത്, വിസിൽ എടുക്കാൻ മറന്നുകൊണ്ടാ. ഇനി മൂടിയിട്ട് നമുക്ക് ഒരു 15 മിനിറ്റ് ശേഷം നോക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നല്ല കുക്കായി വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇതാ ഇതുപോലെ സ്റ്റിക്കിനോടാ കത്തീനോടാ മറ്റോ നമുക്ക് അപ്പോൾ അപ്പം തന്നെ എടുക്കാൻ കഴിയില്ല. ഇത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടല്ല, ഒരു 10 മിനിറ്റെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് തണിഞ്ഞതിന് ശേഷം സൈഡ് കത്തീനോടെല്ലാം ഇളക്കിയിട്ട് എടുക്കുക, പ്ലേറ്റിലേക്ക് വെക്കുക. പിന്നെ ചൂടെല്ലാം മാറിയതിന് ശേഷം നമുക്ക് പാക്കാക്കിയിട്ട്. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതന്നെ ഈ പിന്നെ ഞാൻ 150 എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. എന്തെങ്കിലും നിങ്ങൾക്ക് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ വേറെ എന്തും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്യുക, അല്ലെങ്കിൽ ഓർഡർ ആക്കാനുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റായിൽ നമ്പറുണ്ട്, അതിൽ കോൾ ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ഇടാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെ ടാറ്റാ.